ഇവന്റെ മേത്ത മുറിവ് കണ്ടിട്ട് എനിക്ക് അത്ര നല്ലതാന്ന് തോന്നുന്നില്ല. ആരാണോ ഇവനോട് ഇത്രയും കൊടും ക്രൂരത ചെയ്തതെന്ന് നമുക്കറിയില്ല. നമ്മുടെ കുഞ്ഞാറ്റയും പൈങ്കിളിയും പോയിട്ട് ഇപ്പോൾ അവന് ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവര് ജാക്കി എന്നാണ് പേരിട്ടത്. അപ്പം നമ്മുടെ ജാക്കി കുട്ടൻ ബിസ്ക്കറ്റ് എല്ലാം മുഴുവനും കഴിക്കുന്നുണ്ട്. അപ്പം വീട്ടിൽ കൊണ്ടുപോകാൻ ശരിക്കും പറഞ്ഞാൽ തോന്നിയിട്ടോ, മമ്മയും അമ്മച്ചിയും ഒക്കെ സമ്മതിച്ചതാണ്. പക്ഷെ ഇവനെ എങ്ങനെ കൊണ്ടുപോകും ഗായ്സ്? അങ്ങനെ നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്തു. അവന് ഒരു നേരത്തെ ഫുഡ് നമ്മൾ കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ജാക്കി കുട്ടൻ നമ്മുടെ അടുത്ത് വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊരു വണ്ടി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവനെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഉറപ്പായും നമ്മൾ ഇവനെ വീട്ടിൽ കൊണ്ടുപോയേനെ. അങ്ങനെ അവനോട് വളരെ സങ്കടത്തോടെ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. നമ്മൾ വേറെ എവിടേക്കുമല്ല പോകുന്നത്, ഗൂഡല്ലൂരിലേക്കാണ് പോകുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ നമ്മുടെ ഗൂഡല്ലൂരിൻ്റെ പുറകിൽ ഒരു വലിയ സ്റ്റോറി ഉണ്ട്. അപ്പം നമ്മൾ ആടിനെയൊക്കെ കണ്ടിങ്ങനെ പോവാണ്.